So we will discuss a question in which the line is in different quadrants. Till now we have solved questions where the line was completely located in the first quadrant, but that may not be the case. Sometimes one end may be in the first quadrant, second end will be in the third quadrant, or the first one end will be in the fourth quadrant, second will be in the second quadrant. So like that the line can orient in any direction. നമ്മൾ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ക്വാഡ്രൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ക്വാഡ്രൻറ്റിൽ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഈ ലൈൻ ഇരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒരുപാടുണ്ടാകും. ഓക്കെ, പക്ഷേ even though you have confusions, the methodology, the rotation methods that we follow remains same. മാറ്റം ഉണ്ടാകില്ല. നമ്മൾ ഏത് ലോക്കസിൽ നിന്നും ഏത് ലോക്കസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു, എവിടെ നിന്ന് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റമില്ല. ഇവിടെ ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ, നമ്മൾ ഇതുവരെ പഠിച്ച അതായത് ക്വാഡ്രൻസ് ഓഫ് പ്രൊജക്ഷൻസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണോ അതിവിടെ കൃത്യമായി അപ്ലൈ ചെയ്യുക. ഓക്കെ, now let's see the question. This is the question. A line AB 80 mm long has its end A 10 mm above HP and 15 mm in front of VP. Right? So we have to mark all these things, and we have 80 mm long, means this is the true length, right? Okay. Has its end A 10 mm above HP. This is visible in the front view. And 15 mm in front of VP, that is in the top view, right? Since A is 10 mm above HP in front of VP, means A is in the first quadrant, right? No confusion in that, because the first quadrant positions is specified by above HP in front of VP. Second was specified by behind HP above, behind VP above HP. Third quadrant was specified by below HP and behind VP, and finally the fourth quadrant was specified by in front of VP and below HP, right? So now you read the remaining part. End B is 40 mm below HP. See, 40 mm below HP. So above HP, below HP, either of these two conditions or these two conditions we have to represent it in the front view, no doubt in that. And 40 mm behind VP, again this is in the top view. But what is the issue? When we combine these two, or when we combine these two, below and behind, this means that end B is in the third quadrant. End A is in the first quadrant, but end B is in the third quadrant. That is the interesting part of this question. അല്ലേ, നമ്മളിതുവരെ പഠിച്ച പോലല്ല. നിങ്ങൾ ഓർത്ത് നോക്കി, എ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുന്നു. അതായത് നമ്മളൊരു റെഫറൻസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ക്വാഡ്രന്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എ സംവേർ ഇവിടെ ഇരിക്കുന്നു, ബി സംവേർ ഇവിടെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ലൈനിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, റൈറ്റ്? അത് നമ്മുടെ റെഫറൻസ് പ്ലെയിനൊക്കെ കട്ട് ചെയ്തോ ഡ്രിൽ ചെയ്തൊക്കെ പോയിട്ടുണ്ടാവും, നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ബട്ട് ദ ലൈൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു എൻ്റെ എ ഫസ്റ്റ് ക്വാഡ്രന്റിലും ഒരെൻ്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലും മറ്റേ എൻ്റെ തേർഡ് ക്വാഡ്രന്റിലും ഇരിക്കുന്നു. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഡോണ്ട് വറി, വി വിൽ സോൾവ്. നമ്മൾ 1 by 1 ആയിട്ട്, ഇപ്പോഴും അതാണ് ക്വസ്റ്റ്യൻ. അത്ര ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, നമ്മൾ പഠിച്ചത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നോ നീഡ് ടു പാനിക്. യു ജസ്റ്റ് അപ്ലൈ ദ ഫണ്ടമെന്റൽസ് 1 by 1 ഫ്രം ദി ഫസ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ്. വാട്ട് എവർ വി ഹാവ് ലേൺ വി വിൽ അപ്ലൈ ഹിയർ. ലെറ്റ്സ് സീ ദ സൊല്യൂഷൻ. നമ്മൾ ആദ്യം എന്താ വെച്ചാൽ എക്സ് വൈ ലൈൻ വരച്ചു. ഒരു വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്യാം, റൈറ്റ്? സോ 10 mm എബോ HP എടുത്തു, 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എടുത്തു. നമുക്ക് ലോക്കസ് ഓഫ് എന്ത് കിട്ടി, എ ഡാഷും കിട്ടി, എയും കിട്ടി, ലോക്കസ് ഓഫ് എ ഡാഷും ലോക്കസ് ഓഫ് എയും കിട്ടി. നോ പ്രോബ്ലം, റൈറ്റ്? അപ്പം നമ്മൾ നോക്കി, ലോക്കസ് ഓഫ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് ഇറ്റ് വാസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രൊജക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? നമ്മളൊരു റെഫറൻസ് ലൈൻ വരച്ചാൽ ഇവിടെ ഫ്രണ്ട് വ്യൂവും ഇവിടെ ടോപ്പ് വ്യൂ. എബോവ് ദി റെഫറൻസ് ലൈൻ ഫ്രണ്ട് വ്യൂ, ബിലോ ദ റെഫറൻസ് ലൈൻ ടോപ്പ് വ്യൂ ആയിരിക്കും, റൈറ്റ്? അതാണ് എൻ്റെ മീനിങ്. ഇനി ബി എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ബി? ബി ഈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പം ബി തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ യു ജസ്റ്റ് കൺസിഡർ ദ പോയിന്റ് ബി ആസ് എ സിംഗിൾ പോയിന്റ് ഇറ്റ്സെൽഫ്. അതിന് പോയിന്റ് പ്രൊജക്ഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ബി തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ബിക്ക് നമ്മൾ തേർഡ് ക്വാഡ്രന്റ്
പ്രൊജക്ഷൻ്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യണം. So what is a third quadrant projection principle? In the third quadrant means it is just the opposite of the first quadrant. That means here you have to draw the top view and here you have to draw the front view. അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കേണ്ട സാധനങ്ങൾ എക്സ് വൈ ലൈന് താഴെയും വരയ്ക്കണം, ടോപ്പ് വ്യൂവിൽ വരയ്ക്കേണ്ട അവിടെ വരയ്ക്കണം, എക്സ് വൈ ലൈന് മുകളിലും വരയ്ക്കണം. റൈറ്റ്? നമ്മൾ നോക്കുക, എൻ ബി ഈസ് 40 mm ബിലോ എച്ച് പി. ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ട എവിടെയാണ്? ഈ പോർഷനിലാണ് വരയ്ക്കേണ്ടത്. റൈറ്റ്? നൗ ലുക്ക് ഹിയർ. ഞാൻ അവിടെ എന്ത് ചെയ്തു? എക്സ് വൈ ലൈനിൽ നിന്നും ഞാൻ 40 mm എടുത്തു, താഴേക്ക് വരച്ചു. റൈറ്റ്? 40 mm ബിലോ താഴേക്ക് വരച്ചു. എന്തുകൊണ്ടാണ് താഴേക്ക് വരയ്ക്കാൻ കാരണം? ഈ 40 mm ബിലോ എച്ച് പി എന്നുള്ള സാധനം കാണാൻ പറ്റുന്ന ഏത് വ്യൂവിലാണ്? ഫ്രണ്ട് വ്യൂവിലാണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ട എവിടെയാണ്? റെഫറൻസ് ലൈനിൻ്റെ താഴോട്ടാണ് വരയ്ക്കേണ്ടത്, തേർഡ് ക്വാഡ്രന്റ് പൊസിഷനിൽ. അതുകൊണ്ട് താഴേക്ക് വരച്ചു. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഈ ലൈനിൻ്റെ പേരെന്തായിരിക്കും? ലോക്കസ് ഓഫ് ബി ഡാഷ് ആയിരിക്കും. ഉണ്ടോ? അത് ലോക്കസ് ഓഫ് ബി ഡാഷ് ആണ് ലൈനിൻ്റെ പേര്. റൈറ്റ്? അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് 40 mm ബിഹൈൻഡ് ആണ്. അത് ടോപ്പ് വ്യൂവിലാണ് കാണാൻ പറ്റുന്നത്. അല്ല, ഇത് ടോപ്പ് വ്യൂവിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ സപ്പോസ് 50 mm ആയിരുന്നെങ്കിൽ ഇവിടുന്ന് 50 നമ്മൾ എടുക്കുമായിരുന്നു. 35 ആണെങ്കിൽ ഇവിടുന്ന് 35 എടുക്കുമായിരുന്നു. അല്ലേ? അപ്പോൾ എടുത്തു, വരച്ചു. അപ്പോൾ ഇത് ടോപ്പ് വ്യൂവിൽ കാണുന്നു. ടോപ്പ് വ്യൂ തേർഡ് ക്വാഡ്രന്റിൻ്റെ കേസിൽ മുകളിലായിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? ലോക്കസ് ഓഫ് ബി ആയിരിക്കും. ഇതുവരെ വരച്ചത് മൊത്തത്തിൽ നമ്മൾ തിരിഞ്ഞു. ഓക്കെ, ജസ്റ്റ് റിവേഴ്സ്, ഉൾട്ടാ. ഓക്കെ, എങ്ങനെയായി? ഇത് നേരത്തെ കേസിൽ ഇത് ബി ഡാഷ് ആയിരുന്നു ലോക്കസ്. ഇവിടെ വരുന്നത് ലോക്കസ് ഓഫ് ബി ഡാഷ്, ഇവിടെ വരുന്നത് ലോക്കസ് ഓഫ് ബി വരും. ഇപ്പം തിരിഞ്ഞു. കണ്ടോ? എൻഡ് എക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രൊജക്ഷൻ്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുകയും എൻഡ് ബിക്ക് തേർഡ് ക്വാഡ്രന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുകയും ചെയ്തു. റൈറ്റ്? Okay, after the completion of this question, I will give you a question, or I will request you to think on some particular aspect. Let's solve this question. Right? ഇനി നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ട്രൂ ലെങ്ത് ആണ്. അല്ലേ? ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എ ബിയും എ ഡാഷ് ബി ഡാഷ്. എ ബി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലോക്കസുകളെ ബന്ധപ്പെട്ട് നിൽക്കും? ലോക്കസ് എയും ലോക്കസ് ബിയും. ലോക്കസ് എ എവിടെ കിടക്കുന്നത്? ലോക്കസ് എ കിടക്കുന്നത് ഇവിടെയാണ്. അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 80 mm കോമ്പസിൽ എടുക്കുക, എ കുത്തി ലോക്കസ് ഓഫ് ബിയിലേക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടോട്ടല്ല, ഇങ്ങോട്ടല്ല കട്ട് ചെയ്യേണ്ടത്. ഇതുവരെ ചെയ്തത് അങ്ങനെ ആയിരുന്നു. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമുക്ക് എപ്പോഴും എന്താണ്, ചക്കിപ്പൂട്ടി ഒരു കാളെ പോലെ ഇങ്ങനെ ഒരേ ട്രാക്കിൽ ഇങ്ങനെ പോകാൻ ടെൻഡൻസി ഉണ്ട്. ഗ്രാഫിക്സിന് അങ്ങനെ പോകരുത്. യു ഷുഡ് ഓൾവേസ് തിങ്ക് ബേസ്ഡ് അപ്പോൺ ദ ഫാക്ട്സ്. ഇവിടെ എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ എയും ബിയും, എ കിടക്കേണ്ടത് ലോക്കസ് ഓഫ് എയിൽ, ബി കിടക്കേണ്ടത് ലോക്കസ് ഓഫ് ബിയിൽ. പക്ഷെ ലോക്കസ് ഓഫ് ബി ഇവിടെയല്ല, ലോക്കസ് ഓഫ് ബി കിടക്കുന്നത് ഇവിടെയാണ്. സോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എയിൽ കുത്തി ലോക്കസ് ഓഫ് ബിയിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, ഐ വിൽ കട്ട് ആൻ ആർക്ക് ഹിയർ ആൻഡ് ദിസ് പോയിന്റ് വിൽ ബി നെയിംഡ് ആസ് വാട്ട്? ബി. റൈറ്റ്? ബി. സിമിലർലി അടുത്ത എന്താണ്? എ ഡാഷ് ബി ഡാഷ്. എ ഡാഷ് ബി ഡാഷ് ഏത് ലോക്കസിലാണ് വരേണ്ടത്? ലോക്കസ് എ ഡാഷിലും ലോക്കസ് ബി ഡാഷിലും. സോ എന്ത് ചെയ്യുന്നു? ഇവിടെ കുത്തി ലോക്കസ് ഓഫ് എ ഡാഷിൽ കുത്തി ഇതേ 80 എടുത്ത് കട്ട് ചെയ്യുന്നു ഇങ്ങോട്ട്. സോ ഈ കിട്ടുന്ന പോയിന്റ് പേരെന്തായിരിക്കും? ബി ഡാഷ്. അല്ലേ? അത് കഴിഞ്ഞു. റൈറ്റ്? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി കുറച്ച് സിമ്പിൾ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യണം. എന്താണ്? നമ്മളുടെ പഴയ റൊട്ടേഷൻ പ്രിൻസിപ്പിൾസ്. നമ്മൾ റൊട്ടേഷൻ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യണം. അതെന്തായിരുന്നു അതിൻ്റെ റൂള്? നമ്മൾ പഠിച്ച റൂള് സിമ്പിളായിരുന്നു. ലോക്കസ് ഓഫ് ബിയിൽ നിന്നും എക്സ്റ്റെൻഡ് അപ് ടു ദ ലോക്കസ് ഓഫ് എ ഡാഷ്, റൊട്ടേറ്റ് അപ് ടു ദ ലോക്കസ് ഓഫ് ബി ഡാഷ്. ശരിയല്ലേ? അതുപോലെ തന്നെ ലോക്കസ് ഓഫ് ബി ഡാഷിൽ നിന്നും എക്സ്റ്റെൻഡ് അപ് ടു ദ ലോക്കസ് ഓഫ് എ, റൊട്ടേറ്റ് അപ് ടു ദ ലോക്കസ് ഓഫ് ബി. ഇതായിരുന്നു നമ്മളുടെ റൂൾ പഠിച്ചത്. നമ്മൾ ട്രൂ ലെങ്ത് നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഉള്ളത് ട്രൂ ലെങ്ത് ആണ്. ദിസ് ഈസ് ദ ട്രൂ ലെങ്ത്. ദിസ് ഈസ് ഓൾസോ ദി ട്രൂ ലെങ്ത്. അപ്പോൾ എക്സ്റ്റൻഷൻ കൊണ്ടെന്ന് നോക്കിയേ. കൈൻഡ്ലി ഒബ്സർവ് ഹിയർ. See, from the locus of B, I am extending up to the locus of A dash. ഇവിടെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ എപ്പോഴും എക്സ് വൈ ലൈൻ ക്രോസ് ചെയ്യും. ഓൾവേസ് ഇറ്റ് ഹാസ് ടു ക്രോസ് ദ എക്സ് വൈ ലൈൻ. അങ്ങനെ റൂളൊന്നുമില്ല. പക്ഷെ പ്രൊസീജിയർ പ്രകാരം എന്താണ്? ഇറ്റ് ഹാസ് ടു ബി എക്സ്റ്റെൻഡഡ് അപ് ടു ദ ലോക്കസ് ഓഫ് വാട്ട്? എ ഡാഷ്. റൈറ്റ്? എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ
കീപ്പിംഗ് എ എസ് സെന്റർ എവിടം വരെ റൊട്ടേറ്റ് ചെയ്യണം? ലോക്കസ് ഓഫ് ബി ഡാഷ് വരെ. ലോക്കസ് ഓഫ് ബി ഡാഷ് എവിടെ കിടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. സോ റൊട്ടേറ്റ് ചെയ്തു, ഇവിടെ കുത്തി, ഇത് നമ്മുടെ റേഡിയസ് ആക്കി എടുത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു, ഇവിടെ ഒന്ന് ഇൻറ്റു ആ പോയിന്റിന്റെ പേര് B1 ഡാഷ്, റൈറ്റ്? അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി അടുത്ത എന്താണ്? ലോക്കസ് ഓഫ് ബി ഡാഷിൽ നിന്നും ലോക്കസ് ഓഫ് എയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ? ലോക്കസ് ഓഫ് ബി ഡാഷിൽ നിന്നും ലോക്കസ് ഓഫ് എയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, റൈറ്റ്? എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ എവിടം വരെ റൊട്ടേറ്റ് ചെയ്യണം? ലോക്കസ് ഓഫ് ബി വരെ റൊട്ടേറ്റ് ചെയ്യണം. ലോക്കസ് ഓഫ് ബി എവിടെ കിടക്കുന്നത്? ഇവിടെ കിടക്കുന്നത്. അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. സി റൊട്ടേറ്റഡ്. ആ മീറ്റിംഗ് പോയിന്റിന്റെ പേരെന്തായിരിക്കും? B1. നമ്മൾ എന്ത് ചെയ്യുന്നു? B1 നോക്കി. Look at the line, look at the figure. It is completely different. ക്രോസ് ഓവർ ചെയ്തു. പിന്നെ ഒരു സംഭവം ചെയ്താൽ തെറ്റാണെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. എവിടെയെങ്കിലും ഉണ്ടോ എപ്പോഴും ലൈൻ ഇങ്ങനെ നിൽക്കാൻ പാടുള്ളൂ? നോ. നമ്മൾ കണ്ടീഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, ജസ്റ്റ് ഫോളോ ദ പ്രൊസീജിയർ. അതാണ് ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. യു ജസ്റ്റ് ഫോളോ ദി പ്രൊസീജിയർ. ഇപ്പോൾ ലൈൻ തേർഡ് ക്വാഡ്രന്റ് ആയെങ്കിലും എന്താ സംഭവിച്ചത്? ഒരു പ്രശ്നവുമില്ല. പക്ഷെ പ്രശ്നമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനെ ഭയങ്കരമായി കൺഫ്യൂസ്ഡ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ ആകെ മൊത്തം എല്ലാം കൂടെ തെറ്റിക്കും. അവിടെയാണ് പ്രശ്നം. അത് ഒഴിവാക്കണം. അതുകൊണ്ട് എല്ലാം സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടാക്കിൾ ചെയ്യുക. ബേസിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുക. ഇപ്പം നിങ്ങളിപ്പോൾ ഇത്രയും നേരം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ പറഞ്ഞ സിമ്പിൾ കാര്യങ്ങൾ വീണ്ടും 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 പ്രോബ്ലത്തിനോടൊപ്പം റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പുതുതായിട്ടുള്ള കൺസെപ്റ്റുകളൊന്നും പറയുന്നില്ല. എന്നതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. അതിനെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായി പ്രോബ്ലം സോൾവ് ചെയ്യാം, റൈറ്റ്? ഇപ്പം നമ്മൾ തേർഡ് ക്വാഡ്രന്റിലുള്ള ഒരു കണ്ടീഷൻ അല്ല ചെയ്യും, റൈറ്റ്? ഇത് രണ്ടും ഇപ്പോൾ ഒരേ ലൈനിൽ വന്നിട്ടുണ്ട്. നൗ I have a question in front of you. The question ഇതാണ്. സപ്പോസ് നിങ്ങളുടെ ലൈൻ ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലും ഒരു പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലും ആണെങ്കിൽ എന്താ പ്രശ്നം? എന്താ സംഭവിക്കുക? നമ്മളെങ്ങനെ പ്രൊവൈഡ് ചെയ്യും? ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രൊജക്ഷന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. എന്തായിരിക്കും? ലോക്കസ് ഓഫ് എ ഡാഷ് ഇവിടെയും ലോക്കസ് ഓഫ് എ ഇവിടെ ആയിരിക്കും. നമുക്കിങ്ങനെ രണ്ട് പോയിന്റ്സ് കിട്ടും. ഇത് എയും എ ഡാഷും എയും ആയിരിക്കും. സോ നമുക്ക് ലെറ്റ് us assume that your end B is in the second quadrant at some distance, say 40 mm behind VP and 20 mm above HP ആണെന്നിരിക്കട്ടെ. above HP ആണെന്നിരിക്കട്ടെ. 20 mm above HP ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതും വരയ്ക്കുന്ന ഫ്രണ്ട് വ്യൂ ഇല്ല. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റ് പ്രൊജക്ഷൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കേണ്ടത് എവിടെയാണ്? മുകളിലാണ്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ 20 mm എബോവ് എന്ന് പറഞ്ഞ് വരയ്ക്കുന്ന ലൈനും 20 mm എബോവ് ഇവിടെ വരയ്ക്കും, ഇവിടെ വരയ്ക്കും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ലോക്കസ് ഓഫ് ബി ഡാഷ് ആയിരിക്കും. 40 mm ബിഹൈൻഡ് വി പി എവിടെയാണ്? ടോപ്പ് വ്യൂവിൽ വരയ്ക്കുന്നത്. പക്ഷെ അതും എവിടെയാണ് വരയ്ക്കേണ്ടത്? റെഫറൻസ് ലൈനിന്റെ മുകളിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? 40 mm വീണ്ടും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലോക്കസ് ഓഫ് ബി വരയ്ക്കും. കണ്ടോ? ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ദിസ് ഈസ് ഹൗ വി ഹാവ് ടു സോൾവ് ഇറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഐ വിൽ റബ് ഇറ്റ് സോ ദാറ്റ് വി ഹാവ് എ ക്ലിയർ. സോ നമുക്ക് എന്ത് ചെയ്യും? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിപ്പം ഇതിന് പകരം എന്താണ്? 20ക്ക് പകരം 20 mm എബോവ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ മതി അല്ല. ഇനി ഇത് ട്രൂലം കട്ട് ചെയ്തങ്ങളാണ് നമ്മൾ എ ഡാഷിൽ നിന്നും എയിൽ നിന്നും എന്ത് ചെയ്യുന്നു? നമ്മൾ എയിൽ നിന്നും ലോക്കസ് ഓഫ് ബിയിലേക്ക് കട്ട് ചെയ്യും. നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. അതുപോലെ എ ഡാഷിൽ നിന്ന് എന്ത് ചെയ്യും? ലോക്കസ് ഓഫ് ബി ഡാഷിലേക്ക് കട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. കണ്ടോ? പിന്നെ നമ്മൾ ഇതേ റൂൾ അപ്ലൈ ചെയ്താൽ മതി. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രൊസീജിയർ ഫോളോ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. ഇപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡിങ്. ഇപ്പോൾ ലോക്കസ് ഓഫ് ബിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലോക്കസ് ഓഫ് എ ഡാഷിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടുന്ന് ഇടം വേണം ലോക്കസ് ഓഫ് എ ഡാഷിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ പോയിന്റ് കിട്ടും. ഇതായിരിക്കും നമ്മളുടെ ലെങ്ത്. അതുപോലെ തന്നെ ഇതിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇതായിരിക്കും അടുത്ത ലെങ്ത്. ഇത് രണ്ടും ഒരേ ലൈനിലായിരിക്കും നിൽക്കുന്നത്. നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ഓക്കെ. അപ്പം ക്വാഡ്രന്റ് ഏതും ആയിക്കോട്ടെ, ആ ക്വാഡ്രന്റ്, ആ പോയിന്റ് ഇരിക്കുന്ന ക്വാഡ്രന്റ് ഏതാണോ ആ ക്വാഡ്രന്റിന്റെ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊജക്ഷൻ അവിടെ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ബോക്സിലുള്ള റൂൾ നേരെ ഫോളോ ചെയ്യുക. ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ് ഫോർ യു ടു സോൾവ് ക്വസ്റ്റ്യൻസ് ഇഫ് ദ ലൈൻസ് ആർ ഇൻ ഡിഫറെൻറ്റ് ക്വാഡ്രന്റ്സ്. ഓക്കെ.
So thank you. So practice more and more number of questions.